ഇന്നിപ്പോൾ നമുക്ക് കുറച്ചധികം ചേമ്പുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചേമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓരോ ചൂട്ടാനിൽ ഒരു 2 കഷ്ണമൊക്കെ ഇടാൻ പറ്റും, സാമ്പാർ വെക്കാൻ പറ്റും, പുഴുക്കിൽ നമുക്ക് ചേർക്കാൻ പറ്റും. അതുകൂടാതെ ചേനയും ഒക്കെ പുഴുങ്ങണത് പോലെ ചേമ്പ് വെറുതെ പുഴുങ്ങിയിട്ട് ഉള്ളിച്ചമ്മന്തിയോ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടും ധാരാളം ചേമ്പ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യാന്നുള്ളതാണ് അല്ലേ? അതെ, ഇതിപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായ ചേമ്പ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനൊരു ക്രിസ്പി ആയിട്ട് എങ്ങനെ വറുത്തെടുക്കാം. അതായത് നമ്മൾ ഈ കപ്പ ചിപ്സ് ഒക്കെ ഉണ്ടാക്കണത് പോലെ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യം വേണ്ടത് നമ്മൾ ചേമ്പ് തൊലി കളഞ്ഞ് വട്ടത്തിൽ കനം കുറച്ച് അരിയണം. അരിഞ്ഞതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊരു ടിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് 1 മണിക്കൂർ വെയിലത്ത് വെക്കുക. 1 മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അതിൽ കുറേ ജലാംശം നഷ്ടപ്പെടുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് ഡ്രൈ ആവും. അത് നമ്മൾ ഉപ്പ് വരട്ടി കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ട് വരും. അപ്പോൾ നമ്മൾ വേണ്ടത് അരിഞ്ഞതിന് ശേഷം ഉപ്പും മുളക് പൊടി കായം ഒക്കെ പുരട്ടി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കായമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു സ്പൂൺ മതി. ഒരു സ്പൂൺ കായം നമ്മൾ അതിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി, സാധാരണ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു സ്പൂൺ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ആകെ ഇതിന് ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും മാത്രം മതി. മതി. അത് 1 മണി വെയിലത്ത് വച്ചില്ലെങ്കിലും വറക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വരാനായിട്ട് നല്ലത് വെയിലത്ത് വെക്കുകയാണ്. അപ്പൊ ഈ വെയിലത്ത് വെക്കുമ്പോ അരിഞ്ഞിട്ട് വെക്കണോ, അല്ലെ ഈ ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും ഒക്കെ? അല്ലല്ല, അതിന് മുമ്പ് വെക്കണം. വെറുതെ ചേമ്പ് അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെക്കേണ്ടത്. ഉപ്പും മുളകും പുരട്ടിയിട്ട് വെയിലത്ത് വെക്കരുത്. അതിന് മുമ്പ് തന്നെ അതിലെ ജലാംശം ഒരു പകുതിയോളം ജലാംശം പോകും. അത് കഴിഞ്ഞ് നമ്മളിത് പുരട്ടുമ്പോൾ വീണ്ടും അതൊന്നും കൂടി കൺസിസ്റ്റന്റ് ആവും. അപ്പം പിന്നെ നമ്മൾ വറുത്ത് കോരുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇത് എത്ര സമയം ഈ ചക്ക വറുത്തതിരിക്കണം? അത്ര സമയമൊന്നും ഇതിരിക്കില്ലല്ലോ. അത് കുറച്ചൊരു 2 ആഴ്ചക്ക് എന്തായാലും ഇരിക്കും. പിന്നെ ഇത് അങ്ങനെ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതായതുകൊണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അത്ര സമയം ഇരിക്കുള്ളൂ. പിന്നെ അതുപോലെ ഈ ചേമ്പ് വറുത്തത് ശരിക്കും നമ്മുടെ ഇങ്ങനെ വറുത്ത് ചിപ്സായിട്ട് കഴിക്കാനും നല്ലതാണ്. അത് കൂടാതെ ഊണ് കഴിക്കുന്ന സമയത്തെ നമുക്ക് ഈ ചേമ്പ് വറുത്തത് അതിന്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷൻ. വഴുതനങ്ങയൊക്കെ വറുത്ത് കഴിക്കണ പോലെ അതും ടേസ്റ്റാണ്. അതും ചോറിന്റെ കൂടെ പപ്പടത്തിന് പകരമായിട്ട് എടുത്ത് കഴിക്കണത് നല്ലതാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സംഗതി സിമ്പിളാണ്. പക്ഷെ പലരും ഇതെനിക്ക് തോന്നുന്നു ഇതിന് ചിലപ്പോ വഴുവഴുപ്പൊക്കെ ഉള്ളത് കൊണ്ട് പൊട്ടറ്റോ പോലെ അധികം പേര് അങ്ങനെ ചെയ്ത് നോക്കാറുണ്ടാവില്ല. വഴുവഴുപ്പ് വറക്കുന്നതോടുകൂടി അത് പോകും. പക്ഷെ അതിന് കൂടുതൽ ക്രിസ്പി ആവാനുള്ള ടിപ്പാണ് 1 മണിക്കൂർ വെയിലത്ത് വെച്ച് എടുത്ത് ഉപ്പും മുളകും കായൊക്കെ പുരട്ടി വറുത്ത്. ഉപ്പും മുളകും കായൊക്കെ പുരട്ടി ഉടനെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയല്ലേ, വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം.
ഇതാ അങ്ങനെ നമ്മൾ വറുത്ത് കോരി അങ്ങനെ നല്ല ചിപ്സ് കാണാനുള്ള ഭംഗിയുണ്ട് കണ്ടോ, നല്ല കിലുകിലിങ്ങനെ കിലുങ്ങണ ക്രിസ്പി ആയിട്ടുള്ള ചേമ്പ് വറുത്തത്. ഇതൊക്കെ തനി നാടനായിട്ട് ധാരാളമായിട്ട് വീടുകളിലും പറമ്പിലും തൊടിയിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് തന്നെ കുറച്ചൊരു മെനക്കേടൊന്നുമില്ല, ഇത് നിന്ന് വറുത്ത് കോരേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെയിലത്ത് വെക്കണത് ക്രിസ്പി ആവാൻ വേണ്ടി മാത്രമല്ല, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഇങ്ങനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഒന്നിനോടൊന്ന് തൊടാതെ കിടക്കും. ഇത് കുറച്ചൊരു വഴുവഴുപ്പ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ രാത്രി ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വെയിലത്ത് ഇടുന്നത് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇതിന്ന് മനസ്സിലാവണ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി വെയിലത്ത് വച്ചില്ലെങ്കിലും എന്താ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ വെയിലത്ത് വെച്ച് 1 മണിക്കൂർ ഉണക്കിയതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രിസ്പിനെസ് കൂടും. മാത്രമല്ല അത് അരിഞ്ഞു കഴിയുമ്പോൾ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവരും ഇനി ചേമ്പൊക്കെ കാണുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.